ഹലോ ഫ്രണ്ട്സ്, 𝑨𝒉𝒎𝒂𝒅 പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നമ്മൾ കൈറോസ് എന്ന് പറഞ്ഞ ഒരു വാച്ചിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഏകദേശം 31,000 രൂപ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ GST വരുന്നത് 4,000-ഓളം രൂപയാണ്. അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് ഒരു 635-ഓളം രൂപ വരുന്നുണ്ട്. വാച്ചിൻ്റെ പ്രൈസ് വരുന്നത് 25,000 ആണ്. അപ്പോൾ മൊത്തത്തിൽ വന്നപ്പോൾ ഒരു 31,000-ൻ്റെ അടുത്ത് റേറ്റ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് അൺബോക്സ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. എങ്ങനെ ഇതിൻ്റെ മുഴുവൻ സ്പെസിഫിക്കേഷൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ കിട്ടും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ബോക്സ് കണ്ടാൽ തന്നെ ഒരു പ്രീമിയം വാച്ചാണെന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു ബോക്സാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അതോടൊപ്പം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തായിട്ട് ഇതിൻ്റെ യൂസർ മാനുവലും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഗ്യാരണ്ടി വരുന്നുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനിയൊരു ക്ലോത്ത് വരുന്നുണ്ട്, അതായത് നമ്മുടെ വാച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലോത്ത് തരുന്നുണ്ട്. പിന്നെ ഏറ്റവും താഴത്തായിട്ട് നമ്മുടെ വാച്ച് വരുന്നുണ്ട്. ഈ വാച്ചിന്റെ കേസ്, ക്രൗൺ, സ്ട്രാപ്പ്, ബക്കിൾ ഇതെല്ലാം 316 സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കേസിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെയും സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഡയൽ പാഡ് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് കളറിൽ റോമൻ ലെറ്റേഴ്സിലാണ് ഇതിന്റെ നമ്പേഴ്സ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇതിന്റെ ഗ്ലാസ്സിലോട്ട് നോക്കുകയാണെങ്കിൽ സ്ക്രാച്ച് പ്രൂഫ് സഫയർ ക്രിസ്റ്റൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് വെച്ചിട്ടുണ്ട്. ഇതിന്റെ അടുത്ത് പറയുന്ന മറ്റൊരു കാര്യം ഇതിന്റെ വാട്ടർ റെസിസ്റ്റിവിറ്റിയാണ്. അതായത് 50 മീറ്റേഴ്സ് വരെ വാട്ടർ റെസിസ്റ്റൻസ് ഇതിൽ കിട്ടുന്നതായിരിക്കും. പിന്നീട് നമ്മൾ വാച്ചിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ കാണുന്നതാണ് ഇതിന്റെ ഹവർ ഹാൻഡ്. ഇത് മിനിറ്റ് ഹാൻഡ് ആണ്. പിന്നെ നമ്മൾ ഈ ക്രൗൺ ഏറ്റവും തലക്കത്തോട് പിള്ള ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനിലോട്ട് എത്തും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ടൈം ചേഞ്ച് ചെയ്യാം. പിന്നെ നമ്മൾ അതിന്റെ തൊട്ട് താഴത്തെ സ്റ്റേജിൽ ഇടുകയാണെങ്കിൽ നമുക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഡേറ്റ് ചേഞ്ച് ആകുന്നുണ്ട്. ഈ വാച്ചിന്റെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ക്രോണോഗ്രാഫിക് വാച്ചാണ്. ക്രോണോഗ്രാഫിക് വാച്ച് അറിയാത്തവർക്ക് വേണ്ടി പറയാം. അതായത് നമുക്ക് സ്റ്റോപ്പ് വാച്ചും ഇതോടൊപ്പം സെറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഈ കാണുന്ന ഈ സെക്കൻഡ് ഹാൻഡ് പോലത്തെ ഹാൻഡ്, അത് ഇതിൻ്റെ സെക്കൻഡ് ഹാൻഡ് അല്ല, അതായത് ഇതിൻ്റെ ക്രോണോഗ്രാഫിക് സെക്കൻഡ് ഹാൻഡ് ഉണ്ടെന്നാണ് അതിന് പറയാം. പിന്നീട് ഈ കാണുന്ന ഈ ചെറിയ റൗണ്ട് അത് ക്രോണോഗ്രാഫിക് മിനിറ്റ് ഹാൻഡ് ആണ്. അപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് വാച്ച് വെക്കുമ്പോൾ ഇത് സെക്കൻഡ് സൂചിയായിട്ടും ഇത് മിനിറ്റ് സൂചിയായിട്ടും വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത്. ഇത് പ്രസ് ചെയ്ത് നമ്മൾ സെക്കൻഡ് സൂചി പോകാൻ തുടങ്ങും. അതുപോലെ തന്നെ മിനിറ്റ് സൂചിയും ഇതോടൊപ്പം നീങ്ങുന്നുണ്ടാവും. പിന്നീട് ഇതൊന്നുകൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് വാച്ച് സ്റ്റോപ്പ് ആവുന്നതാണ്. പിന്നീട് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബട്ടൺ നിൽക്കുക. ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇതിന്റെ പഴയ സ്റ്റേജിലൊക്കെ എത്തുന്നതായിരിക്കും. നെഗറ്റീവായിട്ട് ഇതിൽ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിക്കുമ്പോൾ അതിന്റെ സൂചി കറക്റ്റ് സെന്ററിലായിട്ടല്ല വരുന്നത്. അത് നിങ്ങൾ തന്നെ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. കറക്റ്റ് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായിട്ടാവും. ഇതിന്റെ സൂചി കറക്റ്റ് നടുവിലായിട്ടല്ല വന്നിട്ടുള്ളത്. അതായത് സ്റ്റോപ്പ് വാച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ആ സെക്കൻഡ് സൂചി കറക്റ്റ് സെന്ററിലായിട്ട് വന്നിട്ടില്ല. ഇത് ആദ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നീട് 2-3 ദിവസം ഉപയോഗിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുള്ളത്. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ ഇത്രയും ക്യാഷ് കൊടുത്തൊന്നും ഇങ്ങനെ ഒരു വാച്ച് വാങ്ങില്ല. ഇതെനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ നിങ്ങളെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എനിക്ക് കൂടുതൽ താല്പര്യം ഗാലക്സി വാച്ച് പോലത്തെ സ്മാർട്ട് വാച്ചിനോടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വാച്ചാണ് ഇഷ്ടം എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. പിന്നീട് ഈ വാച്ച് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കണ്ട ബെല്ലൈക്കൺ ചെയ്യുക. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ കണ്ടന്റുമായി വീണ്ടും കാണാം. ബൈ.